എല്ലാവർക്കും നമസ്കാരം. കഴിഞ്ഞ വ്ളോഗ് നമ്മൾ എവിടെ വെച്ച് നിർത്തിയോ അവിടെ നിന്ന് ഇപ്പോൾ തുടങ്ങുകയാണ്. നമ്മൾ നെസ്റ്റോന്ന് ഹൈലൈറ്റ് മാളിൽ നെസ്റ്റോന്ന് നമ്മൾ പുറത്തേക്ക് ഇറങ്ങുന്ന ഭാഗമായിരുന്നു കാണിച്ചിരുന്നത്. അപ്പോൾ അവിടെ നിന്ന് തന്നെ നമ്മൾ തുടങ്ങുകയാണ്. ഇത് കഴിഞ്ഞ വീഡിയോൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. നമുക്ക് ഒരൊറ്റ വീഡിയോ ആയിട്ട് മൊത്തത്തിൽ ഇടാനായിട്ട് പറ്റാത്തതുകൊണ്ട് ഇതിൻ്റെ രണ്ടാമത്തെ ഭാഗമാണ്. അപ്പോൾ എല്ലാവരും കഴിഞ്ഞ വ്ളോഗ് കണ്ടെന്ന് വിചാരിക്കണേ. കാണാത്തവർ പോയി നിർബന്ധമായിട്ടും കാണുക. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഈ വീഡിയോയിൽ അന്നത്തെ ദിവസത്തെ കണ്ടിന്യൂഷനാണുള്ളത്. അപ്പോൾ തീർച്ചയായിട്ടും ഇത് മൊത്തം കാണാൻ ശ്രമിക്കുക. നിലവിൽ മുമ്പിലേക്ക് നോക്കുമ്പോൾ നല്ല ബ്ലോക്ക് കാണുന്നുണ്ട്. ബ്ലോക്ക് മാറിയാണ് നമ്മൾ പോവാൻ. വേറെ വഴിയില്ല. നമുക്ക് നേരെ തന്നെ പോയിട്ട് തന്നെ ലെഫ്റ്റ് കട്ട് ചെയ്യണം. സിഗ്നൽ കഴിഞ്ഞിട്ടുള്ള അടുത്ത സിഗ്നലിന് ലെഫ്റ്റ് കട്ട് ചെയ്ത് പോകാം. പക്ഷെ മഴ ഇല്ല. കോഴിക്കോടേക്ക് ടൗണിൽ മഴയില്ല. നമ്മളിപ്പോ രാവിലെ വരുന്ന മഴകളൊക്കെ വെച്ച് നോക്കുമ്പോൾ വളരെ മഴ. നമ്മളെ സ്റ്റാൻഡിലോട്ട് വണ്ടി കയറുന്നിടത്ത് മാത്രമേ കുറച്ച് ബ്ലോക്ക് ഉള്ളൂ അല്ലേ? പുതിയ സ്റ്റാൻഡിലോട്ട് കുറെ ബ്രാൻഡിങ് ഒക്കെ ഹൽവാവാൽ. നമ്മളിപ്പോ പോകുന്ന സ്ഥലത്തിനെ പറ്റി നമ്മളിപ്പോ ഒന്നും പറയുന്നില്ല എന്ന് പറഞ്ഞു. കാരണം പിന്നീട് ഇനി ആരും മൈൽ മറ്റേ കമന്റ് ബോക്സിൽ വന്നിട്ടൊന്നും ചോദിക്കാൻ നിൽക്കണ്ട. നമ്മളിപ്പോ അത് പറയില്ല. സാധാരണ പറയാം. പിന്നെ ഇന്നാൾ ഒരാൾ ചോദിക്കുന്നിട്ട് നിങ്ങൾ എന്താ ചെയ്യണത് എന്താന്നുള്ളത്. പേഴ്സണലി ആണ് പലരും മെസ്സേജ് അയക്കുന്നത്. അപ്പം അങ്ങനെ എൻ്റെ ഐഡിയിൽ വെച്ചിട്ടാണ് അവർ ചോദിക്കുന്നത്. പക്ഷെ അതൊന്നും എന്താ പറയാത്തതെന്നൊക്കെ ചോദിക്കണ്ടേ. അപ്പോൾ ഓരോന്നിനും ഓരോ സമയമുണ്ട്. സമയം ആവുമ്പോൾ നമ്മളെല്ലാം ഓരോന്നോരോന്നായിട്ട് പുറത്ത് വിടും. നമ്മളെ പുതിയ സ്റ്റാൻഡ് കോഴിക്കോട്ടുകാർക്കൊക്കെ അറിയണ്ടാവും. അതുപോലെ ബ്ലൂ ഡയമണ്ട് മാള് പറഞ്ഞിട്ട് ലെഫ്റ്റ് സൈഡ് കാണാം, നെസ്റ്റോന്റെ ഇത്. അത് നിങ്ങള് പണ്ട് നമ്മുടെ പൃഥ്വിരാജിന്റെ ഒക്കെ ഒരു സിനിമയില് പ്രോപ്പർട്ടി ഉണ്ടായിരുന്നു അവർ വിൽക്കാൻ വേണ്ടി നോക്കുന്നത്. അത് ഈ ഒരു പ്രോപ്പർട്ടി ആയിരുന്നത്. നമ്മുടെ ആ പടത്തിന്റെ പേര് ഇന്ത്യൻ റുപ്പി. അതിൽ കാണിക്കുന്ന പ്രോപ്പർട്ടി അതാ. ഐ മീൻ ഒരു വിൽക്കാൻ നോക്കുന്ന മാളിന്റെ സംഭവം അതാണെന്നാണ് ബ്ലൂ ഡയമണ്ട് മാൾ. നേരെ കാണുന്ന സാധനമാണ് ആർക്കും വേണ്ടാതെ ഉണ്ടാക്കിയ KSRTC. KSRTCക്ക് തന്നെ പ്രോപ്പറായിട്ട് അതിന്റെ ഉള്ളിൽ നിന്നിട്ട് വളയ്ക്കാനോ തിരിക്കാനോ, അതിന്റെ ഉള്ളിൽ പോയാലുള്ള അവസ്ഥ നമുക്ക് മനസ്സിലാവും. വളയ്ക്കാനോ തിരിക്കാനോ ഒന്നും കഴിയില്ല. നേരെ കാണുന്ന ബിൽഡിംഗ് ഒരാവശ്യം ഇല്ലാതെ ചെയ്ത ബിൽഡിംഗ്. അതിന്റെ ഉള്ളില് എനിക്ക് തോന്നുന്നു മേലെയൊന്നും ഒന്നും സോൾഡ് ഔട്ട് ആയി പോയിട്ടില്ല. അവിടെ ഒരു ഓഫീസ് സ്പേസോ ഒന്നും ചെയ്യാൻ പറ്റാത്തൊരു കണ്ടീഷനിലുള്ള ഒരു സംഭവമാണ് കോഴിക്കോടുള്ള KSRTC. പക്ഷെ പുതിയ സ്റ്റാൻഡ് ഫുൾ ടൈം ഓണാണ്. എല്ലാ ഭാഗത്തേക്കുള്ള ബസ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട്. KSRTC കിട്ടുന്നില്ല എന്നല്ല ഞാൻ പറഞ്ഞത്. പക്ഷെ KSRTC സ്റ്റാൻഡ് ഇതിനേക്കാൾ അടിപൊളിയായിട്ട് തന്നെ അവർക്ക് ചെയ്യായിരുന്നു. വളരെ മോശപ്പെട്ടൊരു സ്ട്രക്ചറിങ് പരിപാടിയായി പോയി KSRTCന്റെ. പറഞ്ഞ് നാക്കെടുത്തില്ല. ഇനി ഇങ്ങോട്ടും കൂടെ അടുപ്പിച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് അടിപൊളി. KSRTC നമ്മളെ തൊട്ടാവുമ്പം എല്ലാം എന്നുള്ള ആ ഒരു ചിന്താഗതി ഉള്ളതുകൊണ്ട് നമ്മളൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഇതാണ് നമ്മുടെ KSRTC സ്റ്റാൻഡ്. കാണുമ്പോൾ നല്ല ഭംഗിയാണ്. പക്ഷെ പുറമേ നിന്ന് ഇങ്ങനെ കാണുമ്പോൾ ഭയങ്കര അടിപൊളി ഗോപുരം പോലുള്ള നല്ല അടിപൊളി ഇതായിട്ട് നമുക്ക് ഫീൽ ചെയ്യെങ്കിലും അതൊരു എന്താ പറയാ, ആർക്കും ഒരു ഉപകാരമില്ലാത്ത രീതിയിലാണ് അതിന്റെ ഒരു മേക്കിംഗ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ നമ്മൾ നേരത്തെ കണ്ട ഹൽവ പോലെ അവർ നല്ല രീതിയിൽ ബ്രാൻഡ് ചെയ്യുന്നുണ്ടല്ലോ അടിപൊളിയായിട്ട്. ലെഫ്റ്റ് സൈഡില് ഇതേപോലെ വെജിറ്റേറിയൻ റെസ്റ്റോറൻറ്റ്. കോഴിക്കോട് ജില്ലയിൽ ഏറ്റവും തിരക്കുള്ള വെജിറ്റേറിയൻ ഹോട്ടലാണ് ആ സൈഡിൽ തന്നെ.
പോകാനുള്ള സ്ഥലത്തേക്ക് ഈ റൂട്ടിലൂടെയും പോവാം. പക്ഷെ നമ്മുടെ കാറ് ചിലപ്പോൾ അവിടെ നിന്ന് ബ്ലോക്കായി പോകും. ചെറിയ റോഡ്, അവിടെ നിന്ന് ഓപ്പോസിറ്റ് ഒരു വണ്ടി വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റി കൊടുക്കാനായിട്ട് പറ്റില്ല. ഇപ്പം നമ്മൾ ഇപ്പോൾ സാധാ പോകുന്ന സ്ഥലത്തിലൂടെ ആണെങ്കിൽ കുറച്ചും കൂടി ഈസി ആയിട്ടാണ്. ഇതാണ് ഏഷ്യയിലല്ലേ അവരെ ഏറ്റവും വലിയ മലബാർ ഗോൾഡിന്റെ ഏറ്റവും വലിയ ഷോറൂം. ഏഷ്യയിൽ തന്നെയാണോ ആണെന്ന് തോന്നുന്നു. ഓരിപ്പോൾ എടുത്തതിൽ വെച്ചിട്ടുള്ള ഏറ്റവും വലിയ മലബാർ ഗോൾഡിന്റെ ഷോറൂം. നമുക്ക് പോകാനുള്ള വഴി ഇതാണ്. ഇതൊക്കെ ഇപ്പോൾ അവിടെ റോഡിന്റെ വീതി കൂട്ടിയിട്ട് റോഡ് മനസ്സിലാവില്ല. തന്നെയാണെന്നാണ് എൻ്റെ ഒരു അനുമാനം. യെസ്, അപ്പൊ ഞങ്ങളുടെ വന്ന പരിപാടികൾ നോക്കട്ടെ. നമ്മുടെ വന്ന പരിപാടി കഴിഞ്ഞ് നമ്മൾ നേരെ SM സ്ട്രീറ്റിലൊരു സാധനം, ഒരു ബെൽറ്റിന്റെ ഒരു സാധനം വാങ്ങിക്കാണ്ടായിരുന്നു. അത് വാങ്ങിച്ചതാ മാനാഞ്ചിറ സ്ക്വയർ ഒന്ന് ചുറ്റാണ്. പക്ഷെ മാനാഞ്ചിറ ഈ ഭാഗമൊക്കെ നല്ല വീതി കൂടി, നല്ല വീതി കൂടി, പണ്ടത്തേനേക്കാൾ നല്ല വീതി കൂടി അടിപൊളിയായിട്ടുണ്ട്. ഇത് എങ്ങോട്ടാ KSRTC പോകുന്നേ? ഇൻഡിക്കേറ്റർ ഒന്നും ഇല്ലാത്തതിനാലും നമുക്കൊന്നും മനസ്സിലാവാത്തതിനാലും നമ്മൾ പിന്നെ ഓരോടൊന്നും പറഞ്ഞ ഓർക്കൊന്നും മനസ്സിലാവാത്തോണ്ട് നമ്മളൊന്നും മിണ്ടുന്നില്ല. നേരെ നമ്മള് എന്തെങ്കിലും ലൈറ്റ് ആയിട്ട് ഫുഡ് കഴിക്കാമെന്നുള്ളൊരു പരിപാടിയിലാണ്. കാരണം നമുക്ക് നാട് കുറച്ച് നേരത്തെ പിടിക്കണം. അതിന്റെ ഇടയിൽ ഒരു ഷോപ്പിംഗ് ചെയ്യാണ്ട്, എനിക്ക് ഡ്രസ്സ് പർച്ചേസ് ചെയ്യണ്ട. അപ്പം അതിന് വേണ്ടിയിട്ട് പോകേണ്ടതുണ്ട്. എല്ലാരും ചോദിക്കുക ഹൈലൈറ്റ് മാളൊക്കെ പോയിട്ട് അവിടെ നിന്ന് വാങ്ങിച്ചുകൂടിയിരുന്നു എന്നുള്ള ചോദ്യം ഉണ്ട്. പക്ഷേ നമുക്ക് വേണ്ട സാധനം അവിടെ ഇല്ല. അതുകൊണ്ട് നമ്മളത് സ്പെഷ്യലായിട്ട് വേറെ സ്ഥലത്ത് നിന്ന് തന്നെ വാങ്ങിക്കാം. ആ വാങ്ങിക്കുന്നതിന്റെ ഭാഗമായിട്ട് പോവാണ്. അപ്പൊ അതുകൊണ്ട് എനിക്ക് ഈ കുബാബയിൽ കയറിയിട്ട് ഫുഡ് ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യണമെന്നുണ്ടായിരുന്നു. എറണാകുളത്തു നിന്നൊക്കെ നമ്മൾ കഴിച്ചിട്ടുണ്ട്. പക്ഷേ നിലവിലെ സാഹചര്യത്തിൽ അവിടെ വെയിറ്റിംഗ് പീരീഡ് ഉള്ളതിനാൽ നമ്മള് വേറെ എവിടെയെങ്കിലും ഒന്ന് വണ്ടി സൈഡാക്കി ചെറിയ ഏതെങ്കിലും ഹോട്ടലിന്റെ ഫുഡ് കഴിക്കാം. മറ്റേ കുബാബയില് പോകുമ്പോ നമുക്ക് അവിടുത്തെ ഫുഡ് ഏതൊക്കെയോ ബീഫിന്റെ എന്തൊക്കെയോ പ്രത്യേക സംഭവം ഇറങ്ങിയിട്ടുണ്ടെന്ന് പറഞ്ഞത്. അത് നമുക്ക് ഒന്ന് വീഡിയോ തന്നെ ചെയ്യാൻ പറ്റും നോക്കാം. അതാണ് മക്കളെ നമ്മളെ കോഴിക്കോട് കോർണേഷൻ തിയേറ്റർ ആണ്. ഈ ഏരിയയിൽ എവിടെയെങ്കിലും പാർക്കിംഗ് സൗകര്യം കിട്ടാൻ ഇവിടെ എവിടെയും ഇറങ്ങിയിട്ടുണ്ടോ നോക്കായിരുന്നു. മുമ്പ് പോയോക്കല്ലേ, പാർക്കിംഗ് ഇല്ല. പാർക്കിംഗ് കിട്ടില്ല. പിന്നെ വെയിറ്റ് ചെയ്യാനുള്ളൊരു മനസ്സും ഇല്ലാത്തതിനാലാണ്. ഓട്ടോ സ്റ്റാൻഡ് അല്ല. ഭക്ഷണം കുഴപ്പമില്ലല്ലേ, ഭയങ്കര എക്സ്പെക്ടേഷൻ ഉള്ള സാധനമൊന്നുമല്ല. പണ്ട് ഞാൻ കഴിച്ചപ്പോൾ ഇതിനേക്കാൾ കുറച്ചും കൂടി ഒരു ടേസ്റ്റ് ഫീൽ ചെയ്തിരുന്നു. അതാ പിന്നെ അവിടെ പോകാന്ന് വെച്ചേ. പക്ഷെ പോലീസിന്റെ ഒരു ഫൈൻ കൊടുക്കാനുള്ള ചാൻസ് ഉണ്ട്. പോലീസുകാരൻ വന്ന് സംസാരിക്കുന്ന വീഡിയോ എടുക്കാൻ പറ്റാത്തതിനാൽ. പക്ഷെ മുമ്പിൽ നേരെ ക്യാമറ ഉണ്ടായിരുന്നു. കാരണം ഞങ്ങൾ നോക്കുമ്പോൾ 4 വീലർ വെക്കേണ്ടോടത്തൊക്കെ 2 വീലർ വെച്ചിട്ടുണ്ട്, പിന്നെ ഓട്ടോറിക്ഷയും വെച്ചിട്ടുണ്ട്. അപ്പോൾ പിന്നെ ഞങ്ങൾക്ക് അവിടെ വെക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒന്ന് പെട്ടെന്ന് കഴിച്ച് വരാമെന്ന് കരുതിയിട്ട് ഞാൻ കയറിയാണ്. നോക്കിയിട്ട് കാര്യമില്ല, ഫൈൻ വരുമ്പോൾ അറിയാലോ. നമുക്ക് ഭാസ്കരേട്ടൻ, എന്താ പുള്ളിൻ്റെ പേര്, ആ സർബത്ത് കട വിട്ടോല്ലോ. നല്ല തിരക്കായിരിക്കും അവിടെ. തിരക്കല്ല എന്നുണ്ടെങ്കിൽ നമുക്ക് സർബത്ത് പോയി കുടിച്ചു നോക്കാം. എല്ലാവരും റീലിലും ഉണ്ടാവണ അതുമാതിരി നമ്മളെ സാക്ഷാൽ പാരഗണിൽ പിന്നെ എന്താ പ്രശ്നം വെച്ചാൽ നമ്മൾ വെയിറ്റ് ചെയ്ത് നമ്മൾ മാനം കേട്ടു. അതാണ് പാരഗണിൻ്റെ മെയിൻ പ്രശ്നം. പാരഗണിൻ്റെ പക്ഷെ കിടിലൻ ഫുഡായിരിക്കും പാരഗൺ സെർവ് ചെയ്യുന്നത്. കിടിലൻ ഫുഡായിരിക്കും, അടിപൊളി. നമുക്ക് വേറെ ഓപ്ഷൻ ഇല്ലല്ലോ കുഞ്ഞേ. അടിപൊളി, നല്ല തിരക്കുണ്ട്, വണ്ടി പാർക്ക് ചെയ്യാനുള്ള സൗകര്യമില്ല. വാട്ട് ടു ഡു? അങ്ങോട്ട് എടുത്തിട്ട് ഒന്നുകൂടി ചുറ്റേണ്ടി വരില്ലേ? ആ റോട്ടിലെടുത്താലോ?
വൺ വേ ആണ്ട് സീനില്ല. ആ ഇതിൻ്റെ ബാക്കിൽ വെച്ചാലോ? നീ ഒരു കാര്യം ചെയ്യും, വേറെ അതിൻ്റെ അപ്പുറം ആ സൈഡ് വെച്ചാലോ? പക്ഷെ അത് പാരഗൻ്റെ തന്നെ എന്തെങ്കിലും ആയിരിക്കും അല്ലേ? അവിടെ ക്ലോസ് അല്ലേ? ജസ്റ്റ് ഒന്ന് അവിടെ വെച്ചിട്ട് ഇവിടെ കയറില്ലല്ലോ. ജസ്റ്റ് നമുക്ക് വേറെ വെഡിങ് പാർക്കിംഗ്, പക്ഷെ ഇവിടെ സുഖമായിരുന്നു പാർക്ക് ചെയ്യാനായിട്ട്. പാരഗൻ്റെയും ഷിബുവിൻ്റെയും ഇടയിൽ നീ കണ്ടിട്ടുണ്ടോ? ഷിബു കണ്ടില്ല? പാലത്തിൻ്റെ മേലിലൂടെ പോകുമ്പോൾ കറക്റ്റ് ഇവിടെ വെക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ ചിലർ വന്നിട്ട് പറയുന്നത് ഇവിടെ വെക്കരുത്, ഇവിടെ വെക്കരുത്. ഞങ്ങളടുത്ത് വേറെ ഓപ്ഷൻ ഇല്ല സാർ. വേറെ കണ്ട മുതലാളി ഇത് കാണുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ സ്ഥാപനമാണ് അതിൻ്റെ ഗേറ്റ് ആണെങ്കിൽ 2 നിമിഷം ഇറങ്ങാം. ഇതാണ് മിൽക്ക് സർവർ. 70 വർഷത്തെ പാരമ്പര്യം ഉണ്ടെന്നൊക്കെയാണ് കാണിക്കുന്നത്. ഇതിനു മുമ്പൊക്കെ കഴിച്ചാണ്, കുടിച്ചതാണ്. കഴിച്ചെന്നല്ല പറയാം, കുടിച്ചെന്നല്ല പറയല്ലേ. ഫൈൻ കിട്ടിയിട്ടോ മക്കളെ, ഫൈൻ കിട്ടി. 250 ഫൈൻ കിട്ടി. ഞാൻ സന്തോഷത്തോടു കൂടി പോലീസുകാരൻ പറയും ചെയ്തത്, ചിലപ്പോൾ നമുക്കൊരു ഫൈൻ വരുന്നു 2 മിനിറ്റ് കഴിഞ്ഞിട്ടുള്ളൂ ഫൈൻ വന്നു. എവിടെയും തട്ടാതെ ഫൈൻ വന്നു. ഇങ്ങോട്ടല്ല, ലെഫ്റ്റിലോട്ടല്ല. ഞാൻ പറഞ്ഞ ഡ്രസ്സ് എടുക്കാനുണ്ടാവും. എനിക്കല്ല ഡ്രസ്സ് എടുക്കാനുള്ളത്. നമുക്ക് ഒരു പുതിയ അതിഥി വന്നിട്ടുണ്ട്. ആ അതിഥിക്കുള്ള ഡ്രസ്സ് വാങ്ങിക്കാനാണ് പോണത്. അപ്പം അത് നമ്മൾ ബ്രിഡ്ജ് കയറി നേരത്തെ നമ്മൾ ഷിബുവിനെ കണ്ടിരിക്കണം. ആ ഷിബുവിൻ്റെ കൂടെ നമ്മൾ ബ്രിഡ്ജ് കയറി നേരെ പോകുന്നു. ഷിബുവിനെ ഇനി കാണാത്തൊരു കാണിച്ചത് ആ ലെഫ്റ്റ് സൈഡിലുള്ള ഷിബു. ഷിബു താഴെ പൂട്ടി കിടക്കുന്നുണ്ടല്ലേ. ഇതാണ് സാക്ഷാൽ പാരഗൺ. ബ്ലോക്കാന്ന് തോന്നുന്നല്ലേ. ഇതാണ് നമ്മൾ തേടി നടന്ന ഷോപ്പിൽ. നല്ല തിരക്കാൻ തോന്നുന്നല്ലോ ഇവിടെ. നമ്മൾ എവിടെ വണ്ടി നിർത്തും കുഞ്ഞ്? ഇതിൽ എടുക്കാൻ പോകണോ? നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞു. പക്ഷെ നമ്മളെ ഒരു 2 പ്ലാനിങ് തെറ്റി. 2 സാധനം. അതിൽ ഒരെണ്ണം നമ്മൾ ഒത്തിരി കറങ്ങണം. അപ്പോൾ പിന്നെ ഞാനത് ഡ്രോപ്പ് ചെയ്ത്. കാരണം ഒത്തിരി ബ്ലോക്കാണ് കോഴിക്കോട്. നമ്മളെല്ലാ ഭാഗത്തും നോക്കുമ്പോഴും നല്ല ബ്ലോക്കാണ്. പിന്നെ ഞാൻ ലാസ്റ്റ് സമയത്ത് അങ്ങനെ പോപ്പീസിൽ പോയ സമയത്ത് അവിടെ കളക്ഷൻ നമുക്ക് വളരെ കുറവാണ്. എനിക്ക് അത്രയും കണ്ട് ഇഷ്ടപ്പെട്ടില്ല. പിന്നെ ഞങ്ങളിങ്ങനെ നോക്കിയപ്പം കുറച്ച് കിഡ്സിന് മാത്രമായിട്ടുള്ള സാധനം നോക്കാനായിട്ട് തന്നെ നമ്മൾ ഇറങ്ങിയത്. പക്ഷേ പിന്നെ ഹൈലൈറ്റ് മാളിൻ്റെ ഉള്ളിലാണ് ഉള്ളത്. അപ്പോൾ നമ്മൾ രാവിലെ കുറച്ച് സാധനങ്ങളൊക്കെ ആദ്യം മേടിച്ച് വെച്ചുകൊണ്ട് ഞെട്ടിട്ട് അഥവാ കേടായി പോയാലോ എന്ന് കരുതിയിട്ട് നമ്മൾ പിന്നെയും നമ്മൾ ഗൂഗിളിൽ സെർച്ച് ചെയ്തപ്പോൾ രാമനാട്ടുകരയിൽ ഒരു 3-4 ഷോപ്സ് കണ്ടു. ഫസ്റ്റ് ക്രൈ അങ്ങനെ കുറേ കുറച്ച് ഷോപ്സ്. അപ്പോൾ നമ്മൾ വിചാരിച്ച് പതുക്കെ അങ്ങോട്ട് ചലിക്കാം, എന്നാൽ പിന്നെ നാട് പിടിക്കാനും സുഖമാണ്. നല്ല മഴ. അപ്പം എനിക്ക് തോന്നുന്നു കോഴിക്കോട് ടൗണിൽ അങ്ങനെ വല്ലാണ്ട് മഴ നമുക്ക് ഫീൽ ചെയ്തില്ല. പക്ഷേ ടൗണിൽ നിന്ന് ജസ്റ്റ് ഒന്ന് ആ ടൗൺ ഏരിയയിൽ നിന്ന് ജസ്റ്റ് ഒന്ന് വിടുമ്പോഴേക്കും നല്ല മഴ തന്നെയാണ്. നല്ല രീതിയിലെ മഴയാണ്. അപ്പം ജസ്റ്റ് തിരികെ പോകാമെന്നുള്ള പ്ലാനാക്കി. ഹൈലൈറ്റ് മാളിൽ 3 ഷോപ്പ് നമ്മൾ കണ്ടു. പക്ഷെ 3 കയറി ഇറങ്ങുമ്പോഴേക്കും ഒത്തിരി സമയം എടുത്താലോ എന്ന് വിചാരിച്ചിട്ട് മേടിച്ച് വെച്ച സാധനങ്ങളും പിന്നെ അന്വേഷിച്ച് കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവുമല്ലോ എന്ന് കരുതിയിട്ട് നേരെ ഒരാളുടെ പരിപാടിയാക്കി. നമ്മൾ പോണത് ഫസ്റ്റ് ക്രൈ എന്ന് പറഞ്ഞിട്ടില്ലടാ. ഫസ്റ്റ് ക്രൈ അല്ല നമ്മൾ കണ്ടത്. ഫസ്റ്റ് ക്രൈയിൽ ആയിട്ടാണ് നമ്മൾ ഇപ്പോൾ പോകാൻ ഉദ്ദേശിക്കുന്നത്.
നമ്മൾ പോകുന്ന സമയത്ത് പന്തീരങ്കാവ് ടോളിൽ എത്തിയപ്പം ടോളിൽ നമ്മുടെ ഫാസ്റ്റാഗിൽ നമ്മൾ പൈസ കയറ്റിയിട്ട് പോയപ്പോൾ ഒരു പറഞ്ഞു അത്ര എമൗണ്ട് കണ്ട 150 രൂപയുടെ ആവശ്യം ഉണ്ടെന്നുള്ളൂ. പക്ഷെ 400 രൂപയാണെന്തോ ബാലൻസ് മിനിമം കീപ്പ് ചെയ്യണമെന്ന് പറഞ്ഞു. അപ്പോൾ ഞങ്ങൾ പിന്നെ അവിടുന്ന് പിന്നെ നമ്മൾ റീചാർജ് ചെയ്തു. പക്ഷേ വലിയൊരു അക്കിടി അവർക്ക് പറ്റിയ എന്താ വെച്ചാൽ ഞങ്ങളത് റീചാർജ് ചെയ്തു, പക്ഷെ ഞങ്ങളെ അക്കൗണ്ടിൽ നിന്ന് പൈസ ഡിഡക്ട് ചെയ്തില്ല. കാരണം എന്താ വെച്ചാൽ ഞങ്ങളത് റീചാർജ് ചെയ്ത് 2 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഓരെന്നെ വന്നിട്ട് എന്ത് ചെയ്തു, അത് ഓപ്പൺ ചെയ്ത് പോയിക്കൊള്ളാൻ വേണ്ടി പറഞ്ഞു. അപ്പോൾ പൈസ പോയില്ല. ഞാൻ ആവശ്യമില്ലാതെ നമ്മൾ പിന്നെ എപ്പോഴെങ്കിലും ഉപകരിക്കും. പക്ഷെ തിരിച്ചു വരുമ്പോൾ പ്രോപ്പറായിട്ട് തന്നെ നമ്മൾ അതിലൂടെ നമ്മൾ ഹൈവേയിലൂടെ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഹൈവേയിൽ ഒരു ഭാഗത്ത് ഇപ്പോൾ വർക്കുകൾ ഇങ്ങനെ നടക്കുന്നുണ്ട്. ഇപ്പം ഞാൻ നമ്മളെ സ്ഥലത്തിൻ്റെ പേര് ആർപ്പുഴ പാലം, നമ്മളെ കടവ് റിസോർട്ടിൻ്റെ ഒക്കെ ആ ഏരിയയിലൂടെയാണ് നമ്മൾ പോകുന്നത്. ലഡീപിള്ളയുടെ പാരീസ് എന്നുള്ള. അപ്പോൾ ഇവിടുന്ന് ഞാൻ നേരെ രാമനാട്ടുകര ജസ്റ്റ് ഒന്ന് ബസ് ട്രെയിൽ കയറി അവിടെ നിന്നേക്ക് കുറച്ച് ഡ്രസ്സ് കാര്യങ്ങൾ പർച്ചേസ് ചെയ്യാനുണ്ട്. വേറെ ആർക്കല്ല, ഒന്നിൻ്റെ പെങ്ങളെ മോന് വേണ്ടിയിട്ടും അതേപോലെ എൻ്റെ സുഹൃത്തിൻ്റെ മോന് വേണ്ടിയിട്ടുമാണ്. രണ്ടും പർച്ചേസ് ചെയ്ത് നേരെ കുറച്ച് സാധനം ഞങ്ങൾക്ക് ഓഫീസിലോട്ടുള്ള കുറച്ച് സാധനങ്ങൾ ബുക്ക് സ്റ്റാൾ മാത്രമേ കിട്ടുള്ളൂ. ആ സാധനം കൂടി നമുക്ക് പർച്ചേസ് ചെയ്യണം. അതും പിന്നെ വേറെ സംഭവമായിരുന്നു വിട്ട് അത് പിന്നെ ഇന്ന് നടക്കില്ല. അതുപോലെ നമുക്കിതും നടന്നില്ല അല്ലേ, OnePlusൻ്റെ സർവീസ് സെൻറ്ററും നമുക്ക് കിട്ടില്ല പ്രോപ്പറായിട്ട്. സർവീസ് സെൻറ്റർ നമ്മൾ കുറേ നോക്കി, OnePlusൻ്റെ ഓതറൈസ്ഡ് സർവീസ് സെൻറ്റർ, പക്ഷേ അത് കിട്ടിയില്ല. അപ്പോൾ ഞങ്ങൾ പിന്നെ ആ സർവീസ് സെൻറ്ററിൻ്റെ അവിടെ പെൻഡിങ് കിട്ടും. പിന്നെ വേറൊരു സംഭവമായിരുന്നു, അത് പിന്നെ അവിടെ പെൻഡിങ് ഉണ്ടായി. ഞാൻ ആരുടെങ്കിലും പറഞ്ഞിട്ട് ചെയ്യേണ്ടി വരും. അല്ലെങ്കിൽ പിന്നെ മറ്റന്നാളെ പോകുമ്പോൾ ക്ലിയർ ചെയ്യണം. പിന്നെ ബാക്കി പിന്നെ ഞങ്ങൾക്ക് രാമനാട്ടുകര എന്നപ്പോൾ ബുക്ക് സ്റ്റാളിൻ്റെ കേസായാലും മറ്റും നമുക്ക് രാമനാട്ടുകര തന്നെ കിട്ടും. അപ്പം അങ്ങോട്ടുള്ള യാത്രയാണ്. നല്ല പോകുമ്പോഴുള്ള മഴ എന്താണോ അതേ അവസ്ഥ തന്നെയാണ് ഇപ്പോൾ വരുമ്പോഴും ഉള്ളത്. പക്ഷെ ഇപ്പോൾ പോകുന്നതിനേക്കാൾ അപ്പം തിരിച്ചു വരുമ്പോൾ വലിയ ബ്ലോക്കൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രസമുണ്ട്. വണ്ടിയിൽ ഇങ്ങനെ യാത്ര ചെയ്ത് ഇങ്ങനെ പോരാൻ, കഥയൊക്കെ പറഞ്ഞ് ഇങ്ങനെ പോരാൻ നല്ല രസമാണ്. പിന്നെ ഭക്ഷണം കഴിച്ചത് ഇച്ചിരി കൂടിപ്പോയോ എന്നൊരു ഡൗട്ട് അല്ലേ. വേറെ ബുദ്ധിമുട്ടുകളൊന്നുമില്ല. കറങ്ങി ഞങ്ങൾ ഫസ്റ്റ് ക്രൈ എത്താറായി. ഫസ്റ്റ് ക്രൈൻ്റെ അടുത്തോട്ടാണ് പോകുന്നത്. ഫസ്റ്റ് ക്രൈ റൈറ്റ് സൈഡ് കോഴിക്കോട് രാമനാട്ടുകര റോഡിൽ റൈറ്റ് സൈഡിലിതാ ഫസ്റ്റ് ക്രൈയിലോട്ടുള്ള പരിപാടിയിലാണ്, പോകാനുള്ള പരിപാടിയിലാണ്. ഈ ഡ്രസ്സ് എടുത്തിട്ട് നേരെ ബുക്ക് സ്റ്റാളിലൊന്ന് കയറുക, നേരെ അല്ലേ മൊത്തം പരിപാടി ആസ്വദിക്കും. ഇപ്പോൾ ഡ്രസ്സ് എടുക്കുന്നതിലേക്ക് നമുക്ക് പോവാം. ഫസ്റ്റ് ക്രൈന്ന് സാധനം കിട്ടിയിട്ടോ. ഫസ്റ്റ് ക്രൈയിൽ അത്യാവശ്യം കുഴപ്പമില്ലായിരുന്നു. പക്ഷെ നമ്മൾ വിചാരിച്ച ഒരു സാധനം, ഒരു കളർ എനിക്ക് ഇഷ്ടപ്പെട്ടിരുന്നു. പക്ഷെ ആ കളർ എന്തില്ല, സൈസ് നോക്കിയപ്പം അത് കറക്റ്റ് ആയിരുന്നില്ല. പിന്നെ അത് ഡ്രോപ്പ് ചെയ്ത് വേറെ 2 കുഴപ്പമില്ലാത്ത 2 എടുത്തു. പക്ഷെ എനിക്ക് തോന്നുന്നത് ഞങ്ങൾ ആ പോപ്പീസ് പോയതിനേക്കാളും കുറച്ചൊരു ഇതും തോന്നി, ഇവിടെ മെച്ചം തോന്നി. സാധനം കിട്ടി. ഇനി നേരെ ഞാൻ പറഞ്ഞ പോലെ ബുക്ക് സ്റ്റാളിന് ഇനി ഞങ്ങൾ പോണ സാധനം കിട്ടുള്ളൂ. അപ്പോൾ അവിടെയും കൂടി ഒന്ന് കയറി നേരെ നാട് പിടിക്കാനുള്ള പരിപാടിയിലാണ്. ഇപ്പോൾ ഞങ്ങൾ ഫറോക്ക് ഭാഗത്തോട്ടാണ് പോകുന്നത്. ഇപ്പോൾ ഞാൻ ചുങ്കം ഫറോക്ക് ആ റോട്ടിലാണ്. അപ്പോൾ ഫറോക്ക് ബുക്ക് സ്റ്റാളിൽ പോയി നോക്കിയിട്ട് അവിടെ ഉണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് വാങ്ങിച്ചിട്ട് നേരെ നാട്ടിലോട്ട് തന്നെ തിരിക്കാനുള്ള പരിപാടി. ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഇത് ഞാൻ ആദ്യമായിട്ടാണ് ഒരു ലോങ് വ്ളോഗ് ചെയ്യുന്നത്. മിനി വ്ളോഗ് ആയിരുന്നു ഇതുവരെ ചെയ്തുകൊണ്ടിരുന്നത്. അപ്പം നിങ്ങളുടെ അഭിപ്രായങ്ങൾ, ഇനിയും ലോങ് വ്ളോഗ് ആണോ ചെയ്യേണ്ടത്, മിനി ആണോ, നിങ്ങളുടേതായിട്ടുള്ള അഭിപ്രായങ്ങൾ എന്തെങ്കിലും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും എന്ത് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ നിങ്ങൾ നിർദ്ദേശിക്കണം.
അതേപോലെ തന്നെ എന്തെങ്കിലും പോരായ്മകൾ ഞാൻ അതിന് മുമ്പ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പോരായ്മകൾ ഉണ്ടെങ്കിലും നിങ്ങൾ എന്ത് ചെയ്യണം, കമൻറ്റ് ബോക്സിൽ അറിയിക്കണം. പിന്നെ മെയിനായിട്ട് പറയാനുള്ള കാര്യം എന്ന് വെച്ചാൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ എന്ത് ചെയ്യണം, എനേബിൾ ചെയ്യണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് ഞാൻ ഇടുന്ന വീഡിയോ നോട്ടിഫിക്കേഷനായിട്ട് വരുള്ളൂ. അപ്പോൾ എല്ലാവരും കണ്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ പരമാവധി ഇതൊന്ന് ഷെയർ ചെയ്ത് എല്ലായിടത്തേക്ക് എത്തിക്കണം. അപ്പോൾ ഇന്നത്തെ വ്ളോഗ് ഇത്രയേ ഉള്ളൂ. ഓക്കെ, ബൈ.